കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ ആഴ്ച വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതുമായി ബന്ധപ്പെട്ട് നാം ചിന്തിക്കുകയുണ്ടായി. 16-ാം അധ്യായത്തിൽ നാം 10 കന്യകമാരെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. ആ 10 കന്യകമാരിൽ 5 പേർ വിളക്കെടുത്തപ്പോൾ അതിനോടുകൂടെ എണ്ണയെടുത്തു, 5 പേർ എണ്ണ എടുത്തില്ലായിരുന്നു. അതിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് നാം വചനങ്ങൾ ചിന്തിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് അപ്രകാരമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായത്? അവിടെ സത്യസഭയെ കുറിച്ച് നമുക്കന്ന് പഠിക്കുവാൻ സാധിച്ചു. ഇന്ന് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വീണ്ടും മറ്റൊരു സഭയെക്കുറിച്ച് നാം ചിന്തിക്കുകയാണ്. അവിടെ സൂര്യനെ അണിഞ്ഞതായ സ്ത്രീ. നാം ഇന്ന് പഠിക്കുന്നതായ സഭ എന്ന് പറയുന്നത് സൂര്യനെ അണിഞ്ഞതായ സ്ത്രീ. സ്ത്രീ എന്ന് പറയുമ്പോൾ സഭ. ഈ വേദപുസ്തകത്തിൽ ഇതുകൂടാതെ മറ്റു 3 അധ്യായങ്ങളിൽ മറ്റു സ്ത്രീകളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതെല്ലാം സഭകളുമായി ബന്ധപ്പെട്ട് ആണ്. 4 സഭകളെ പഠിപ്പിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം, അതുപോലെ തന്നെ 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം മുതൽ 23-ാം അധ്യായം വരെയും അവിടെയും ഒരു സ്ത്രീയെക്കുറിച്ച് പരാമർശിക്കുകയാണ്. വരുന്ന ഓരോ ആഴ്ചയിലും ആ ഓരോ സ്ത്രീകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം ഒരുമിച്ച് അത് നമുക്ക് പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനും സാധിക്കുക. അത് വലിയ സബ്ജക്റ്റുകളാണ്. ആയതുകൊണ്ട് ഇന്ന് സൂര്യനെ അണിഞ്ഞതായ സ്ത്രീ. ഈ സൂര്യനെ അണിഞ്ഞ സ്ത്രീ ആരാണ്? ഇത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെ സൂര്യനെ അണിഞ്ഞതായ സ്ത്രീ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആയിരിക്കുന്നതായ ഒരു സഭ. അതാണ് സത്യസഭ. ഇത് പ്രത്യേകിച്ച് ഈ വചനങ്ങൾ നാം വായിച്ച് അത് യഥേഷ്ടം മനസ്സിലാക്കിയിരിക്കുകയും വേണം. എന്താണ് സത്യസഭ? നമുക്ക് 12-ന്റെ 1 നമുക്കൊന്ന് വായിക്കാം. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, സൂര്യനെ അണിഞ്ഞതായ ഒരു സ്ത്രീ, അവളുടെ കാൽ കീഴിൽ ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ടു നിലവിളിച്ചു എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ സൂര്യനെ അണിഞ്ഞതായ ഒരു സ്ത്രീ, അവിടെ കാൽ കീഴിൽ ചന്ദ്രൻ അവിടെ തലയിൽ എന്നവിടെ പറയുകയാണ്. ഇവിടെ സൂര്യന് സ്വയമായി പ്രകാശിക്കുവാൻ സാധിക്കും. സൂര്യൻ പ്രകാശിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഈ പകലിൽ നാം വെളിച്ചത്തിൽ ആയിരിക്കുന്നത്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഉള്ളത്? ചന്ദ്രനാണ്. ചന്ദ്രന് സ്വയമായി പ്രകാശിക്കുവാൻ സാധിക്കുകയില്ല. സൂര്യനിൽ നിന്ന് ലഭിക്കുന്നതായ അതിൻ്റെ ആഗിരണം മുഖാന്തരമാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നത്. അപ്പോൾ സൂര്യൻ ഉള്ളത് കൊണ്ടാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നത്. സൂര്യൻ പ്രകാശിക്കുന്ന സമയത്ത് ചന്ദ്രൻ്റെ ആവശ്യം ഇല്ല. ഇപ്പോൾ നമുക്കാർക്കും ചന്ദ്രനെ ദർശിക്കുവാൻ സാധ്യമല്ല. അവനെക്കാലം പ്രകാശമുള്ളതായ സൂര്യൻ നമ്മുടെ മുൻപിൽ ജ്വലിച്ചുകൊണ്ട് നിൽക്കുകയാണ്.
സൂര്യൻ്റെ ആ പ്രകാശം എപ്പോഴാണ് നമ്മൾ നിന്ന് മാറുന്നത്, അപ്പോൾ ചന്ദ്രൻ രംഗപ്രവേശനം ചെയ്യും. ആയതുപോലെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നതായ സമയത്ത് അവനിൽ പ്രകാശിച്ചതായ വ്യക്തികളായിരുന്നു അപ്പോസ്തലന്മാർ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ അവരുടെ ആവശ്യം വേണ്ടി വന്നില്ല. കാര്യം കർത്താവ് തന്നെ എന്ത് ചെയ്തിരുന്നോ, ഈ ലോകത്തിൽ കടന്നു വന്ന മനുഷ്യന് പ്രകാശമായി നിലകൊണ്ടു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിന് ശേഷം കർത്താവിൽ നിന്ന് ലഭിച്ചതായ ആ പ്രകാശത്തിന് കീഴിലാണ് ഈ ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ ഇന്ന് അനേക പ്രവാചകന്മാർ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ, ദൂതന്മാർ ഇന്ന് ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വന്നിരിക്കുന്നതു എന്ന ആ വചനങ്ങളിലൂടെ നമുക്ക് കാണുവാൻ നമുക്ക് സാധിക്കുകയാണ്. അതിൻ്റെ താഴോട്ട വചനത്തിൽ പറയുന്നത് മറ്റൊരു വചനം അവിടെ താഴെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്ന് വായിക്കാം. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി. ഇവിടെ ആദ്യം നമ്മൾ സ്വർഗത്തിലെ ഒരു അടയാളം നമ്മൾ കണ്ടു, പിന്നെ മറ്റൊരു അടയാളം നാം സ്വർഗത്തിൽ കാണുകയാണ്. എന്താണ് ആ അടയാളം? 7 തലയും 10 കൊമ്പും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ളൊരു മഹാസർപ്പം. തീ നിറമുള്ളതായ ഒരു മഹാസർപ്പം. അതിന്റെ വാൽ ആകാശത്തിന്റെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. ഇവിടെ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുവെങ്കിൽ ഇവിടെ നാം നോക്കുമ്പോൾ 7 മലകൾ, അതുപോലെ 10 എന്താണ് 10 കൊമ്പും 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം. അതെ, ഇവിടെ മഹാസർപ്പത്തെ നമുക്കവിടെ പരിചയപ്പെടുത്തിയാണ്. ഈ മഹാസർപ്പം ആരിലൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അത് കാണിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് നാം ഇന്ന് ചിന്തിക്കാൻ പോയാൽ 13-ാമത്തെ അധ്യായം മൊത്തത്തിൽ നമുക്ക് നോക്കേണ്ടതായി വരുന്നതായ ആഴ്ചകളിൽ നമുക്കതിനെക്കുറിച്ച് വിശകലനമായി നമുക്ക് ചിന്തിക്കാം. അത് 7 മലകളെക്കുറിച്ചും 10 രാജാക്കന്മാരെക്കുറിച്ചും പ്രതിപാദിക്കുന്നതായ ഒരു വിഷയമാണ്. അപ്പോൾ ഈ 7 മലകൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? ആ 7 മലകളിൽ ആരാ ഇരിക്കുന്നത്? ഈ 10 രാജാക്കന്മാരെ, അല്ലെങ്കിൽ അത് 10 രാജാക്കന്മാരോട് പറയുമ്പോൾ 10 ഭരണകർത്താക്കന്മാരെ കുറിച്ചൊക്കെയാണ് അവിടെ പ്രതിപാദിക്കുന്നത്. അതെല്ലാം അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നെ ചിന്തിക്കാം. എന്നാൽ ഇവരെ നയിക്കുന്ന അവിടെ ഒരു മഹാസർപ്പത്തെ നമ്മൾ കാണുകയാണ്. നമുക്ക് ആ മഹാസർപ്പത്തെയാണ് നാം ഇന്ന് അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തോട് അനുബന്ധിച്ച് ഈ ലോകത്തിൽ ക്രൈസ്തവർക്ക് അനുഭവിക്കേണ്ടി വന്നിരുന്ന യാതനകളും കർത്താവായ യേശുക്രിസ്തു ജനിച്ചു മരിക്കുന്നത് വരെയും കർത്താവിന് നേരിടേണ്ടി വന്നതായ അവസ്ഥകളെയും കുറിച്ചുള്ളതായ വിശകലനമായ ഒരു വചനമാണ് ഈ 12-ാമത്തെ അധ്യായത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ 12-ാം അധ്യായത്തിൽ എന്തെല്ലാമാണ് അത് പറയുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അവിടെ പറയുന്നത് മഹാസർപ്പം. എന്താണ് മഹാസർപ്പം? അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-ൽ-1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. എന്തിനു വേണ്ടി? ഈ മഹാസർപ്പം ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-ൽ-1 വലിച്ച് താഴെ ഇടുവാൻ കാരണം എന്ത്? അതിൻ്റെ തൊട്ടടുത്ത വചനം നാം വായിക്കുമ്പോൾ പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. ഇവിടെ പറയുന്നത് എന്താണ്? ഇവൾ എന്തിനാണ് ഇവിടെ നാം പറയുമ്പോൾ അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-ൽ-1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയുവാൻ മഹാസർപ്പം അവളുടെ മുൻപിൽ
നിന്നു. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുമെന്ന് ആർക്കറിയാമായിരുന്നു? മഹാസർപ്പത്തിന് അറിയാമായിരുന്നു. ഈ മഹാസർപ്പന്മാരാണ് ലൂസിഫർ, പഴയ പാമ്പ്. ആ ഏദൻ തോട്ടത്തിൽ ആദാമിനെയും ഹൗവയെയും വഴിതെറ്റിച്ചതായ സർപ്പം, ആ പഴയ പാമ്പ്, മഹാസർപ്പം. അതിനറിയാം ഇതുവരെയും ഭൂമിയിൽ നടമാടിയിരുന്നതായ ആരാധനകൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ദൈവത്തിൽ നിന്നും ജനം എപ്രകാരം തെറ്റിപ്പോയിരിക്കുന്നുവോ, എത്രമാത്രം വഷളത്വം ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവോ, ഇതിനൊരു അറുതി വേണം. മനുഷ്യനാൽ കഴിയാത്തത് ദൈവത്താൽ സകലം സാധ്യമെന്ന ദൈവത്തിൻ്റെ വചനങ്ങളോട് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വരണം. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നമ്മെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആയതുകൊണ്ട് കർത്താവ് ഈ ലോകത്തിൽ വരണമെന്നുള്ളത് അത് ദൈവനിശ്ചയമാണ്. ഉൽപ്പത്തി മുതൽ ഓരോ വചനങ്ങളിലൂടെയും അല്ലെങ്കിൽ പ്രവാചകന്മാരിലൂടെയും അത് നമുക്ക് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയും ചെയ്യാണ്. സമയം അതിൻ്റെതായ ആരംഭത്തിലേക്ക് വന്നിരിക്കുകയാണ്. സ്ത്രീയുടെ പ്രസവിച്ചതായ കുഞ്ഞിനെ കൊല്ലുവാൻ ഈ പഴയ പാമ്പ് സാത്താൻ അന്നത്തേതായ റോമ ഭരണകൂടത്തിൻ്റെ അവരിലേക്ക് അവൻ കടന്നു വന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് എടുത്തവർക്കൊന്ന് വായിക്കാം. മത്തായി എഴുതിയതായ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യം നമുക്ക് എടുത്തവർക്കൊന്ന് വായിക്കാം. അവർ പോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ യോസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്കറിയാം, നല്ലൊരു വേദശകലമാണ്. കർത്താവായ യേശു ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത്? ബെത്ലഹേമിലാണ്. കർത്താവായ യേശു ക്രിസ്തു ബെത്ലഹേമിൽ ജനിച്ചു എന്നുള്ളത് ആകാശത്തിലെ ദൂതൻ അന്ന് ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷനായി നമുക്ക് എല്ലാവർക്കും അറിയുന്നതായ ഒരു തിരുവചന വേദഭാഗമാണ്. പക്ഷേ അവർ എവിടെയാണ് സ്ഥലം എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ കർത്താവ് ജനിക്കുന്ന സമയത്ത് അവർക്ക് അടയാളമായി ആകാശത്തിൽ ഒരു നക്ഷത്രം ഉദിച്ചു. അവിടെ ദൂതൻ അവരോട് പ്രത്യക്ഷനായി അവരോട് പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം ജനിച്ചിരിക്കുകയാണ്. ആ കർത്താവിനെ കാണുവാൻ തക്കവണ്ണം അന്ന് ആ ആട്ടിടയന്മാർ, വിദ്വാൻമാർ അവർ നേരെ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവർ യഹൂദയിൽ അവിടെ വന്നു, ബെത്ലഹേമിൽ വന്നു, രാജാവിനെ കണ്ടു, രാജാവിനോട് സംസാരിച്ചു. രാജാവിന് അറിയില്ല ഇങ്ങനെ ഒരു ശിശു ജനിച്ചതും ഇപ്രകാരമുള്ളതായ ഒന്നും രാജാവിന് അറിയില്ലായിരുന്നു. എങ്കിലും രാജാവ് പറഞ്ഞു, ശരി, നിങ്ങൾ പോയി കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ എന്നോട് അറിയിക്കുക. പക്ഷേ അവർക്ക് വഴിയാട്ടിയായി അവരോട് നക്ഷത്രമുണ്ടായിരുന്നു. അവർ പോയി ശിശുവിനെ കൊണ്ടു എല്ലാം കണ്ടു. അവരോടുകൂടെ ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, വന്ന വഴി നിങ്ങൾ ഇനി തിരിച്ചു പോകരുത്, നിങ്ങൾ വേറെ വഴിയായി പോവുക. കാരണം എന്താണ്? ഇവിടെ 13-ാമത്തെ വചനം വായിച്ചപ്പോൾ അവിടെ നാം കണ്ടത്, അവിടെ എന്താണ് പറഞ്ഞത്? അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് എന്താണ് ഓടിപ്പോകാനാ പറഞ്ഞത്. ഇല്ലെങ്കിൽ കുഞ്ഞിനെന്ത് ചെയ്യും? നാശം സംഭവിക്കും. നാം 12-ാം അധ്യായത്തിൽ നാം കണ്ടു, മഹാസർപ്പം കുഞ്ഞു പ്രസവിച്ച ഉടനെ കൊല്ലുവാൻ തക്കണം പദ്ധതി ഇട്ടിരിക്കുകയാണ്. അന്നത്തേതായ റോമ ഭരണകൂടത്തെ അവരെ അടുക്കിലേക്ക് മഹാസർപ്പം കടന്നു ചെന്നുകൊണ്ട് ദുഷ്ടത പ്രവർത്തിപ്പാൻ തക്കവണ്ണം അവരിൽ വ്യാപരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആയതുകൊണ്ടാണ് ഹെരോദാവ് ഈ കുഞ്ഞിനെ നശിപ്പിക്കുവാൻ തക്കവണ്ണം പദ്ധതിയിട്ടത്. ഇത് ദൈവത്തിനറിയാം, ദൈവമക്കളെ എപ്രകാരം സംരക്ഷിക്കണമെന്ന് ദൈവത്തിന് അറിയാമെന്നുള്ളത് കൊണ്ട് ദൈവം യോസഫിനോടും മറിയയ്ക്കും നിർദ്ദേശം കൊടുത്തു.
കുഞ്ഞ് ജനിച്ചു, വിദ്വാൻമാർ കണ്ടു, അവർ സത്യം അറിഞ്ഞു. ദൈവത്തിൻ്റെ ദൂതൻ യോസഫിനോട് പറഞ്ഞു, കുഞ്ഞിനെയും കൊണ്ട് നീ ഇവിടെ വിട്ടുപോവുക. ഇവിടെ പോയി മിസ്രൈമിലേക്ക് പോയി. അതായിട്ടുള്ള ഭാഗം നമുക്കൊന്ന് വായിക്കാം. ഞാൻ നിന്നോട് പറയും വരെ, ഞാൻ പിതാവായ ദൈവം ദൂതനിലോട് പറഞ്ഞു, ഇവിടെ പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നത് വരെയും അവിടെ പാർക്കുക. ആ, ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന്, ശിശുവിനെ 16 വരെ വായിക്കാം. ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റു ശിശുവിനെ അമ്മയെയും രാത്രി തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ടു. വേഗത്തിൽ തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ടു എന്ന് ദൈവത്തിന്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. 16 വരെ വായിച്ചോ. ഹെരോദാവിന്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു. എന്താണ്? ഹെരോദാവിന്റെ ധീരത മരണം വരെയും അവർ മിസ്രൈമിൽ പാർത്തു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുകയാണ്. മിസ്രൈമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതിയായി വന്നു. വിദ്വാൻമാർ തന്നെ കളിയാക്കിയെന്ന് ഹെരോദാവ് കണ്ടു. വളരെ കോപിച്ചു. വിദ്വാൻമാർ ചോദിച്ചറിഞ്ഞ കാലത്തിനൊത്തവണ്ണം 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെ ഒക്കെയും ബെത്ലഹേമിലും അതിന്റെ എല്ലാ അതിരിലുമുള്ള ആളയച്ചു കൊല്ലിച്ചു. ആ കുഞ്ഞുങ്ങളെല്ലാം ആളയച്ചു കൊല്ലിച്ചു. ആരുടെ പ്രവൃത്തിയാണത്? ആരുടെ പ്രവൃത്തിയാണത്? മഹാസർപ്പത്തിന്റെ പ്രവൃത്തിയാണ്. മഹാസർപ്പം ആരിലൂടെ പ്രവർത്തിച്ചു? ഹെരോദാവിലൂടെയും റോമാ ഭരണകൂടത്തോടുകൂടെയും. ഇവിടെ നാം ചിന്തിക്കേണ്ടത്, ഹെരോദാവിൽ പ്രവർത്തിച്ചത് മറ്റാരുമല്ല, മഹാസർപ്പം. കുഞ്ഞു ജനിച്ച ഉടനെ അതിനെ കൊന്നുകളയണം. ദൈവത്തിൻ്റെ പദ്ധതിയാണ് അവിടെ ആ കുഞ്ഞിന് സംരക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്. കുഞ്ഞിനെ കൊല്ലുവാൻ കഴിയാതെ വന്നപ്പോൾ 2 വയസ്സിന് താഴെയുള്ള സകലത്തെയും കൊന്നുകളഞ്ഞു. ഇതുപോലെ 2 വയസ്സിന് മുമ്പോട്ടുള്ളതായ കുഞ്ഞുങ്ങളെ കൊന്നതായ മറ്റൊരു ഭാഗം നമ്മൾ വേറൊരു സ്ഥലത്ത് നമ്മൾ പഠിക്കുകയുണ്ടായി. എവിടെ? ആരുടെ കാലഘട്ടത്തിലാണ്? മോശയുടെ കാലഘട്ടത്തിൽ. അപ്പോൾ പിശാച് ദൈവം തിരഞ്ഞെടുക്കുന്നതായ, ജനത്തെ നയിക്കുന്നതായ, ജനത്തെ നടത്തുന്നതായ, ദൈവത്തിൻ്റെ ബന്ധത്തിൽ നിലനിർത്തുന്നതായ ഏത് വ്യക്തിയെയും നശിപ്പിക്കുവാൻ അവൻ്റെ പുറകിൽ മഹാസർപ്പം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ഇവിടെ 12-ാമത്തെ അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം വായിച്ചതായ വചനത്തിൽ പറയുന്നത്, അവിടെ പ്രസവിക്കാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നു കളയുവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. സാധിച്ചോ? സാധിച്ചില്ല. എന്താ? ആ കുഞ്ഞിന് സംരക്ഷണം ആര് നൽകി? ദൈവം നൽകി. അപ്പോൾ നമ്മൾ ദൈവമക്കളായിരിക്കുന്നുവെങ്കിൽ ആര് നമുക്ക് ദ്രോഹം ചെയ്യുവാൻ ഇച്ഛിച്ചാലും, അപായപ്പെടുത്തുവാൻ നമ്മെ അല്ലെങ്കിൽ അവർ ചിന്തിച്ചുകൊണ്ട് കടന്നു വന്നാലും, അതിനെല്ലാം ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം നമുക്ക് ഉണ്ട് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ദൈവമക്കളെ സംരക്ഷിക്കാൻ ദൈവത്തിന് അറിയാമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. 5-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അവൻ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. ഇവിടെ പറയുന്നത് എന്താണ് പറയുന്നത്? അവൻ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വിഭജനമില്ല, ഒന്നുമില്ല. വെളിപാട് 14-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. അവിടെ ജാതി, മതം, ഗോത്രം, ഭാഷ, വംശമായവരോട് അറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുക,
അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. സകല ജനങ്ങളും രക്ഷപ്പെടണം. ഇവിടെ ക്രൈസ്തവർ മാത്രമല്ല, ജാതിഭേദമന്യേ സകലരും ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം. സകലരും ദൈവത്തിൻ്റെ വചനം അറിഞ്ഞിരിക്കണം. അവരെല്ലാം രക്ഷ പ്രാപിക്കണം. അല്ലാതെ ക്രൈസ്തവർക്ക് മാത്രമല്ല രക്ഷ, സകലർക്കും വേണ്ടിയിട്ടാണ്. അതാണ് വെളിപ്പാട് പുസ്തകം 6:14 6 വാക്യത്തിൻ്റെ 3 ദൂതന്മാരുടെ ആദ്യത്തെ ദൂതൻ്റെതായ ശബ്ദം. അവൻ ഇരുമ്പാണി കൊണ്ട് ഈ കുട്ടി ഈ ലോകത്തിൽ ജനിച്ചതായ സമയത്ത് അവർ സകലർക്കും വേണ്ടിയിട്ട് അവൻ പ്രയത്നിച്ചു. എന്നാൽ അതിൻ്റെ താഴോട്ടുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ആൺകുട്ടിയെ പ്രസവിച്ചു, കുട്ടി ദൈവത്തിൻ്റെ അടുക്കലേക്ക്, അവൻ്റെ സിംഹാസനത്തിലേക്ക് പെട്ടെന്ന് എടുക്കപ്പെട്ടു. നമുക്ക് എല്ലാവർക്കും അറിയാം, കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നു. സ്വർഗത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും നാം എപ്രകാരമായിരിക്കണം, നമ്മുടേതായ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രഥമ സ്ഥാനം എന്താണ്, ഇതെല്ലാം അവൻ 12 അപ്പോസ്തലന്മാരോടും അന്ന് ജീവിച്ചിരുന്നതായ അനേക വ്യക്തികളോടും അവൻ പ്രസംഗിക്കുകയും സ്വർഗീയമായ നന്മകളെയും അനുഗ്രഹങ്ങളെയും എല്ലാവർക്കും പകർന്നു കൊടുക്കുകയും അപ്പോസ്തലന്മാരിലൂടെയും അനേക പ്രവാചകന്മാരിലൂടെയും ഇന്ന് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അത് നൽകിയിരിക്കുകയാണ്. അവൻ പെട്ടെന്ന് എടുക്കപ്പെട്ടു. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ 33.5 വയസ്സ് വരെ ജീവിച്ചിരുന്നുള്ളൂ. അവൻ പെട്ടെന്ന് എടുക്കപ്പെട്ടു. അവൻ പെട്ടെന്ന് എടുക്കപ്പെട്ടു ഭൂമിയിൽ നിന്ന്. പക്ഷേ അവൻ എടുക്കപ്പെട്ടപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ആരുടെ പ്രവർത്തനം ആരംഭിച്ചു? മഹാസർപ്പത്തിൻ്റെ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചു. കർത്താവായ യേശു ക്രിസ്തു മനുഷ്യൻ്റെ രക്ഷയ്ക്കും വിടുതലിനും പാപത്തിൻ്റെ പരിണിതഫലമായിട്ട് കാൽവരിയിൽ യാഗമായി തീർന്നു. ആ കാൽവരിയിൽ യാഗമായി തീർന്നതിൻ്റെതായ ആ രക്തത്താൽ എന്നെ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഈ ലോകത്തിൽ നിന്നും 33.5 വയസ്സിന് ശേഷം കാൽവരിയിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗം അർപ്പിച്ചുകൊണ്ട് അവൻ ഈ ലോകത്തിൽ നിന്ന് അവൻ സ്വർഗത്തിൽ എപ്രകാരമായിരുന്നു ആ സ്ഥാനത്തിലേക്ക് അവൻ കടന്നുപോയി എന്ന് നമുക്ക് കാണാൻ കഴിയുകയാണ്. അതിൻ്റെ താഴോട്ടുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, സ്ത്രീ ഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലം അവൾക്ക് ഉണ്ടായി എന്ന് പറയുകയാണ്. കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം ഈ ലോകത്തിലായിരുന്ന ജനത്തെ ഭിന്നിപ്പിക്കുകയും അവരെ അല്ലെങ്കിൽ അവർക്ക് ദുരുപദേശങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ ദൈവത്തിൽ നിന്നും അകറ്റി ക്രിസ്തുവിൽ നിന്ന് അകറ്റുവാൻ തക്കവണ്ണം ക്രിസ്തു കൊടുത്തതായ ഉപദേശങ്ങളെ, ക്രിസ്തു സ്ഥാപിച്ചതായ സഭയെ എന്ത് ചെയ്തു? അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ആര് മുന്നോട്ട് കടന്നു വന്നു? മഹാസർപ്പം. ഈ മഹാസർപ്പം നിങ്ങൾ ഓർമ്മിക്കുക, മഹാസർപ്പത്തിൻ്റെ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. മഹാസർപ്പം റോമാ ഭരണകൂടത്തോടുകൂടെ പങ്കു ചേർന്നുകൊണ്ട് അവരെന്ത് ചെയ്തു? AD 538 റോമാ ഭരണകൂടത്തിൽ പോപ്പ് അധികാരത്തിൽ വന്നു. ആര് അധികാരത്തിൽ വന്നു? പോപ്പ് അധികാരത്തിൽ വന്നു. എത്രയിലാണ്? അറിഞ്ഞുടങ്ങി എഴുതി വയ്ക്കുക. AD 538 പോപ്പ് അധികാരത്തിൽ വന്നു. പോപ്പിൻ്റെ ഭരണം AD 1798 വരെ റോമാ ഭരണകൂടത്തിന് കീഴിൽ പോപ്പിൻ്റെ അധികാരം നിലനിൽക്കുകയും ദൈവസഭയെ അവർ ഉപദ്രവിക്കുകയും ദൈവസഭയിൽ ആയിരുന്നതായ ജനം അവർ വനാന്തരങ്ങളിൽ അവർ അഭയം പ്രാപിക്കുകയും ചെയ്തു. അതാണ് നമ്മൾ വായിച്ചതായ വചനം. ഒന്ന് വായിക്കാതെ എന്താണ് വായിച്ചത്?
സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ അവളെ 1260 ദിവസം 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയതായ സ്ഥലം അവൾക്കുണ്ട്. ഇവിടെ ഈ 1260 ദിവസം എന്ന് പറയുന്നത് വേദപുസ്തക പ്രകാരം ലേവ്യ പുസ്തകം സംഖ്യാപുസ്തകം നാം നോക്കുന്നുവെങ്കിൽ അവിടെ പറയുന്നത് ഒരു ദിവസത്തെ ഒരു വർഷമായി അവിടെ പ്രതിപാദിച്ചിരിക്കുകയാണ്. അപ്പോൾ 1260 ദിവസം എന്ന് പറയുന്നത് 1260 വർഷം എന്ന് പറയുമ്പോൾ AD 538 മുതൽ AD 1798 വരെ അത് നിങ്ങൾ കൂട്ടിയാൽ 1260 ദിവസമായും വർഷമായും കിട്ടും. അതിൻ്റെ താഴെയുള്ള ഭാഗം വായിക്കുമ്പോൾ അവിടെ ഒരു കാലം, ഇരുകാലം, പിന്നെ അവിടെ എന്താണ് പറഞ്ഞത് അരക്കാലം എന്ന് പറയുകയാണ്. അരക്കാലം, ഒരു കാലം, ഇരിക്കാലം, ഇത് കൂട്ടി വരുമ്പോൾ 3.5 വർഷം. അപ്പോൾ റോമ കലണ്ടർ പ്രകാരം നമുക്ക് ഈ നമ്മുടെ കലണ്ടർ എന്ന് പറയുന്നത് ഒരു വർഷത്തെ 365 ദിനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ റോമ കലണ്ടർ എന്ന് പറയുന്നത് 365 ദിവസമല്ല, 360 ദിവസമാണ്. അപ്പോൾ 360 ദിവസമാണ് റോമ കലണ്ടറിൽ ഉള്ളത്. അപ്പോൾ 3.5 വർഷം എന്ന് പറയുമ്പോൾ അതിനെ നാം കൂട്ടി നോക്കുമ്പോൾ 1260 വർഷം. അപ്പോൾ റോമയെ അവിടെ AD 538 മുതൽ 1798 വരെ പോപ്പ് അല്ലെങ്കിൽ റോമിൽ ഈ ഭരണം നടത്തിയപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച് സത്യസഭ ആരാധന നടത്തിയതായ ജനങ്ങളെ അനേകരെ കൊന്നൊടുക്കി. 1-2 ലക്ഷമല്ല, അനേകരെ കൊന്നൊടുക്കി എന്നാണ് പറയുന്നത്. അവർ ജീവരക്ഷ ബാക്കി ജീവിച്ചിരുന്നവർ ഇതെല്ലാം പ്രവചന നിവൃത്തിയാണ്. ദാനിയേൽ പ്രവചനത്തിലൂടെ ദാനിയേലിൻ്റെ പുസ്തകം കൂടെ നമ്മൾ വായിച്ചാലേ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. ഇത് നടക്കുന്നതിന് മുൻപ്, വർഷങ്ങൾക്ക് മുൻപേ പ്രവാചകനായിരിക്കുന്ന ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ് ഈ 1260 വർഷ കാലയളവിനെ കുറിച്ച്. ഇവിടെ നിവർത്തി വരികയാണ്. ഇത് പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്താതെ ഒരു കാര്യവും നടക്കത്തില്ല. ഇത് ഇവിടെ മാത്രം എഴുതിയെങ്കിൽ പറയും അത് വെറുതെ പ്രവാചകന്മാർ എഴുതിയിരിക്കുകയാണ്. ഇത് നടക്കുന്നതിന് മുമ്പിൽ ദാനിയേൽ പ്രവചനം എഴുതിയിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ 1260 വർഷം ദൈവജനം, സത്യസഭ, സത്യ ആരാധന, സൂര്യനെ അണിഞ്ഞതായ സ്ത്രീ, ദൈവത്തിൻ്റെ സത്യസഭ, അവർ വനാന്തരങ്ങളിൽ അവർ അഭയം പ്രാപിച്ചു. ദൈവം അവരെ സംരക്ഷിച്ചു. എത്ര വർഷമാണ്? 1260 വർഷം ദൈവം അവരെ സംരക്ഷിച്ചു. അവർക്ക് ഏതൊരു കേടുപാടും കൂടാതെ, ഒരു ദോഷവും സംഭവിക്കാതെ, ഒരു കുറവും സംഭവിക്കാതെ അവർ ദൈവത്തെ ആരാധിച്ചു എന്ന് അവിടെ കാണുവാൻ കഴിയും. ഇപ്രകാരമാണ് ഈ കാലഘട്ടത്തിൽ ഇങ്ങനൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എത്ര പേർക്ക് ഇതേ വിശ്വാസം ഉണ്ടായിരിക്കും? നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. എത്ര പേർക്ക് വിശ്വാസം ഉണ്ടാവും? നാം ഈ സത്യസഭയിൽ നിലനിൽക്കുമോ? നാം നമ്മുടെ മനസ്സ് തന്നെ അതിനുവേണ്ടി ഒന്ന് ചിന്തിച്ചു നോക്കുക. പക്ഷേ അപ്രകാരം ഒരു സാഹചര്യം നമ്മുടെ മധ്യത്തിൽ വന്നാലും രക്ഷകനായിരിക്കുന്ന ക്രിസ്തുവിലൂടെ ദൈവം നമ്മെ സംരക്ഷിക്കും, ഏതൊരു സംശയവുമല്ല. ഇവിടെ ആ പോപ്പിൻ്റെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? അതിൻ്റെ 12ാമത്തെ വാക്യം വായിക്കാം. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടുകൂടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു രക്ഷകനായി ഈ ലോകത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു. അവൻ സ്വർഗ്ഗാരോഹണം ചെയ്തു, സ്വർഗത്തിലേക്ക് പോയി. മനുഷ്യനെ പ്രകാരം ജീവിക്കണം, ആരെ അറിയണം, ആരെ ആരാധിക്കണം, എപ്രകാരം എന്നുള്ളതെല്ലാം ഈ ലോകത്തിലെ ജനത്തിന് നൽകിയപ്പോൾ അതിനെ തെറ്റിക്കുവാൻ തക്കവണ്ണം പിശാചി വീണ്ടും നമ്മുടെ അടുക്കിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അതാണ് നമ്മളിവിടെ വായിച്ചതായ വചനത്തിൽ പറയുമ്പോൾ ആകയാൽ
സ്വർഗവും പിന്നെ അതിൽ അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ. ആനന്ദിപ്പിൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് ക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. നമുക്ക് വെളിപാട് പുസ്തകം 19-ാം അധ്യായം, വെളിപ്പാട് 19:5 മുതൽ 7 വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ ഇപ്രകാരം പറയുന്നു: നമ്മുടെ ദൈവത്തിന്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരും ആയുള്ളവരെ അവനെ വാഴ്ത്തുവിൻ എന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. അത് ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്നത് ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് എന്തേറ്റിരിക്കുന്നു? രാജ്യത്വം ഏറ്റിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. അതാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്ന ഉപദേശം. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ രക്ഷകനായി ഈ ലോകത്തിലേക്ക് കടന്നു വരികയും നമ്മെ വീണ്ടെടുക്കുകയും അവൻ്റെ രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുകയാണ്. ആ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ടതായ നമ്മെ വീണ്ടും നശിപ്പിക്കുവാൻ ആ മഹാസർപ്പം ഈ ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ പറയുന്ന അതിൻ്റെ ഇവിടെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പറയുന്നത്, തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകൻ്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോട് അകലെ 1 കാലം 2 കാലം അരക്കാലം പോറ്റി രക്ഷിച്ചു. നാം നേരത്തെ ചിന്തിച്ചത് തന്നെയാണ്. സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ അതിൻ്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. ഈ ഇവിടെ AD 538 മുതൽ 1798 വരെ ദൈവജനത്തെ കൊന്നൊടുക്കുകയും അവരിവിടുന്ന് പ്രാണരക്ഷാത്രം അവർ ഈ പറഞ്ഞതായ 1260 വർഷം അവർ മലകളിലും പാറകളിലും ഗുഹകളിലും കടന്നുപോയി ദൈവത്തെ ആരാധിച്ചു. അവർ അവിടെ കഴിഞ്ഞുകൂടി. ഏതു കാര്യത്തിനും ഒരു സമയമുണ്ട്. എത്ര വമ്പ് പറയുന്നവനും ഒരു വീഴ്ചയുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ നാം വായിക്കുമ്പോൾ ഇവിടെ അതിൻ്റെ അവൻ നദി പോലെ വെള്ളം ചാടിച്ചു. നദി പോലെ വെള്ളം ചാടിച്ചു എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ അവൻ ദുരുപദേശം കൊണ്ട് ലോകത്തെ മുഴുവനും അവൻ എന്ത് ചെയ്തു? തെറ്റിച്ചു കളഞ്ഞു. ഇവിടെ ആരില്ല? സത്യസഭാ വിശ്വാസികൾ ഇല്ല. അവൻ അവർ മറ്റൊരു മേഖലയിലേക്കായിരുന്നു. ബാക്കിയുള്ളതായ ജനങ്ങളെ മുഴുവനും അവൻ എന്ത് ചെയ്തു? ദുരുപദേശം കൊണ്ട് നിറയ്ക്കുകയും ആരാധനകൾക്കും ഈ ലോകത്തിലുള്ളതായ എല്ലാവിധമായ പ്രവർത്തനങ്ങൾക്കും അവർ ചട്ടങ്ങൾ വയ്ക്കുകയും അവരുടേതായ ഉദ്ദേശങ്ങൾ നിറവേറ്റുവാൻ തക്കവണ്ണം അവർ വിഗ്രഹങ്ങളെയും അവരുടേതായ ആചാരങ്ങളിൽ പല രീതിയിലുള്ളതായ പ്രവർത്തനങ്ങളെയും അവർ കൊണ്ടുവന്നു. പക്ഷേ അതാണ് ഇവിടെ നദി പോലെ വെള്ളം ചാടിച്ചു. ഉപദേശങ്ങൾ ഇന്നും ദുരുപദേശം ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. പിശാചിൻ്റെ പ്രവർത്തനം ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തിരിച്ചറിയുവാനുള്ളതായ സമയം വന്നിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ 16-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അല്ല, 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. 17-ാമത്തെ വാക്യം, 12-ന്റെ 17-ാമത്തെ വാക്യം. അതന്നെ, മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരെയും യേശുവിന്റെ സാക്ഷ്യം ഉള്ളവരുമായി ഇവിടെ യേശുവിന്റെ സാക്ഷ്യം ഉള്ളവരുമായി അവരുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിൽ നിന്നു എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുകയാണ്. ഇവിടെ ഈ 1798 കാലഘട്ടത്തിൽ 1260 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ദുരുപദേശത്താൽ ജനങ്ങളെ ഇത്രത്തോളം വഞ്ചിച്ചതായ
ഈ പോപ്പ് പിശാച് പ്രവർത്തിച്ചതായ ഈ പോപ്പിനെ ബെർത്തിലിയാർ എന്ന് പറയുന്നതായ ഒരു വ്യക്തി പോപ്പിനെ തടങ്കലിലാക്കി. 2 വർഷം പോപ്പ് തടങ്കലിലായിരുന്നു. 1790 പോപ്പ് മരിക്കുകയുണ്ടായി. പോപ്പ് മരിച്ചതിന് ശേഷം പിന്നെ പോപ്പ് രംഗപ്രവേശനം ചെയ്തത് 1912 ഒന്ന് ചിന്തിച്ചു നോക്കുക. 1790 ആദ്യത്തെ പോപ്പ് 1538 മുതൽ 1798 വരെയും പോപ്പിൻ്റെ കാലഘട്ടം നിലനിന്നു. ദുരുദ്ദേശങ്ങൾ നിലനിന്നു. ദൈവസഭയ്ക്ക്, സത്യസഭയ്ക്ക് വളരെ ദുഃഖവും പ്രയാസവും മരണവും എല്ലാം നേരിടേണ്ടി വന്നതായ ഒരു സമയം. 1790 പോപ്പിന് മരണം വരിക്കേണ്ടതായി വന്നു. ആ സമയത്ത് ഇവിടെ പറയും പോലെ നമ്മൾ വായിച്ചത് വചനത്തിൽ പറയുന്നത്, ഭൂമി മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പനയും പ്രമാണിക്കുന്നവർ, യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരായ അവരുടെ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. എന്ന് വെച്ചാൽ അതിനുശേഷം സത്യസഭ വീണ്ടും രംഗപ്രവേശനം ചെയ്തു. ആരിലൂടെയാണോ? മാർട്ടിൻ ലൂതറിലൂടെ. അതുവരെയും ആരുടെ കയ്യിലും ബൈബിളില്ലായിരുന്നു. ഇവരുടെ കാലഘട്ടത്തിൽ ബൈബിളുകളെ ചുട്ടരിച്ചു, ക്രിസ്ത്യാനികളെ ചുട്ടരിച്ചു. അനേകർ മരണത്തിന് ഇരയായി തീർന്നു. ആർക്കും സത്യം തിരിച്ചറിയാൻ കഴിയാത്തതായ ഒരു കാലഘട്ടമായിരുന്നു അത്. കാര്യം ഒന്നും തിരിച്ചറിയാൻ സാധിക്കുന്നത് അവർ പറയുന്നത് തന്നെയാണ് ശരി. അതിന് മറുത്തു പറയാൻ പാടില്ല. മറുത്തു പറഞ്ഞാൽ അവൻ മരണം വരിക്കേണ്ടതായി വരും. പക്ഷേ 1790 ശേഷം മാർട്ടിൻ ലൂതറിലൂടെ വേദപുസ്തകം കയ്യിൽ ലഭിക്കുകയും ആ മാർട്ടിൻ ലൂതറിലൂടെ വേറെയും 4-5 വ്യക്തികൾ ചേർന്ന് ഈ വേദപുസ്തകം അനേകരിൽ എത്തിക്കുവാൻ സാധിച്ചു. ഇവിടെ ദൈവം സത്യസഭയ്ക്ക് തുണ നിന്നു. ദുരുപദേശത്തിൽ നിന്ന് വിപരീതമായി ജനങ്ങൾ സത്യമറിയുവാൻ തുടങ്ങി. മഹാസർപ്പത്തിൻ്റെതായ പ്രവർത്തനങ്ങൾ നിലച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അതുകൊണ്ടാണല്ലോ അനേകർ ഇന്ന് ക്രൈസ്തവരായി കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് ഈ വിശ്വാസത്തിൽ ഇന്ന് നിൽക്കുവാൻ കാരണമായി തീർന്നത്. ഒരു സൈഡിൽ പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, മറുഭാഗത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രവർത്തനം ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഈ വിശുദ്ധ ശബ്ദത്തിൽ നിങ്ങളോടുകൂടെ എനിക്കും നിങ്ങൾക്ക് ഈ ആലയത്തിലും ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ലഭിച്ചത്. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞു, പിന്നെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് 1912 മുതലാണ് പോപ്പ് വീണ്ടും അധികാരത്തിൽ വന്നത്, ഇന്നും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് 42,000 പരം സഭകളുണ്ട്. എന്തുകൊണ്ടാണ്? പഴയ അധികാരം അവർക്ക് ഇല്ലാതെ പോയി. എങ്കിലും ഇന്ന് ഓരോരുത്തരെയും അവർ ജോഡിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരാരെ ജോഡിച്ചാലും സത്യസഭ ഇന്ന് വേറിട്ട് തന്നെ വിശുദ്ധ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട്, വിശുദ്ധ സത്യത്തെ അനുസരിച്ചുകൊണ്ട്, കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് ഇന്ന് ഈ ലോകത്തിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് 7-ാം ദിന ശബത്ത് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ഇന്ന് ജീവിക്കുവാനുള്ള വീണ്ടും ഒരു അവസരം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇവിടെ നാം വായിച്ചത്, ഇവിടെ പറയുന്നത്, ഇവിടെ എന്താണ് അതിൻ്റെ പറയുന്നത്? ദൈവത്തിൻ്റെ കൽപ്പനയും പ്രമാണിക്കുകയും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായ അവിടെ സന്തതി. അപ്പോൾ ആരെയാണ്? ദൈവത്തിൻ്റെ കൽപ്പന. കൽപ്പനയ്ക്ക് പ്രാധാന്യമുണ്ടോ? എവിടെയും സത്യസഭ നിങ്ങൾ കാണുന്നുണ്ടോ? അവിടെയെല്ലാം ദൈവത്തിൻ്റെ കൽപ്പനയുണ്ട്. ഇന്ന് ദുരുപദേശത്താൽ ഇന്ന് അനേക സഭകളുണ്ട് എങ്കിലും അവർക്ക് ദൈവത്തിൻ്റെ കൽപ്പനകൾ ഇല്ല. കൽപ്പന അനുസരിച്ചുള്ള ശബ്ദമില്ല അവർക്ക്. അത് നീങ്ങിപ്പോയി. ദൈവത്തിൻ്റെ കൽപ്പന മാറ്റാൻ മനുഷ്യ നിനക്കാരാ അധികാരം തന്നത്? നീ ദൈവത്തെക്കാളും വലിയവനാണോ? ദൈവത്തെ ധിക്കരിച്ചവനാണ് ലൂസിഫർ. അവൻ്റെ അന്ത്യം എന്താണ് എന്ന് തിരുവചനങ്ങളോടെ നാം പഠിക്കുകയാണ്. അവൻ ദൂതനായിരുന്നു, ദൂതന്മാരുടെ ശ്രേഷ്ഠനായിരുന്നു. എന്നിട്ട് പോലും ദൈവത്തിൻ്റെ കൽപ്പന നിരസിച്ചത് കൊണ്ടാണ് അവന് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അവൻ തള്ളപ്പെട്ടിരിക്കുന്നത്. അവനും ഇന്ന് ശക്തിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും നീയൊക്കെ അവൻ്റെ മുമ്പിൽ എന്തുള്ളൂ? ഒന്ന് ചിന്തിച്ചു നോക്കുക. ദൈവത്തിൻ്റെ കൽപ്പന മാറ്റുവാൻ നിനക്ക് ആരെ അധികാരം തന്നിരിക്കുന്നത്? ഇവിടെയും പറയുന്നത് ദൈവ കൽപ്പനയാ പ്രമാണിക്കുകയും
യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി. അപ്പം ദൈവത്തിൻ്റെ സാക്ഷ്യവും ദൈവകൽപ്പനയും അനുസരിക്കുന്നവരെയാണ് ദൈവത്തിന് ഇഷ്ടം. അവരെയാണ് ദൈവം സ്വർഗത്തിലേക്ക് അവൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ സ്വർഗത്തിലേക്ക് എടുക്കുവാൻ തക്കോണം ആഗ്രഹിക്കുന്നത് എന്ന് അനേക വചനങ്ങൾ നമുക്ക് പഠിക്കുകയാണ്. നമുക്ക് ഒരു വചനം കൂടെ നമുക്ക് വായിക്കാം. നമുക്ക് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ്. ദൈവകൽപ്പനയും യേശുവെങ്കിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം എന്ന് പറയുമ്പോൾ ഭൂമിയിലല്ല, സ്വർഗത്തിലെന്നാണ്. സ്വർഗത്തിലെ ആവശ്യം ദൈവകൽപ്പനയും യേശുവിലുള്ള സാക്ഷ്യവും. ഇവിടെ നമ്മൾ എന്താണ് വായിച്ചത്? ദൈവകൽപ്പനയും യേശുവിലുള്ള സാക്ഷ്യവും. വെളിപാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 12 പറയുന്നു ദൈവകൽപ്പനയും യേശുവിലുള്ള സാക്ഷ്യവും. പിതാവായ ദൈവം നാം ആരും തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്നും നൽകിയിരിക്കുന്നതായ ദൈവത്തിൻ്റെ കൽപ്പന, അതിൽ നിന്ന് നമുക്ക് ആർക്കും വിട്ടൊഴിയാനും മാറി നിൽക്കുവാനും സാധിക്കുകയില്ല. ആയതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നാം ഇന്ന് രക്ഷ പ്രാപിച്ചുവെങ്കിൽ പ്രിയ സഹോദര, ഇനിയുള്ള നാളുകളിൽ നാം തെറ്റിപ്പോകാതെ ദുരുദ്ദേശങ്ങളിൽ വീണു പോകാതിരിപ്പാൻ ദൈവം നമ്മളെ ഏവരെയും കാത്ത് രക്ഷിച്ച് പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.